ഞങ്ങളെല്ലാവരും ഈ സാഹസികമായിട്ട് കഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോണത് എറണാകുളം പിറമാടത്തുള്ള ശൂലം വെള്ളച്ചാട്ടം കാണാനാണ്. ഇറങ്ങി ചെല്ലണത് കുറച്ച് ടാസ്ക് ആണെങ്കിലും അവിടെ വരെ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്തിരി കഷ്ടപ്പെട്ടായാലും ഇറങ്ങിയത് നല്ല വെർത്താണെന്ന്. ഞങ്ങൾ ചെന്നന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല, ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ടൊരു പ്രൈവറ്റ് വാട്ടർഫോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ അടിപൊളിയാണ്. പിള്ളേരൊന്നും അതിനൊന്നും കയറുണ്ടായിരുന്നില്ല. പിന്നെ മഴയുള്ളൊരു സീസണായിരുന്നു. മഴയൊക്കെ പെയ്ത് കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു. എന്നാലും ഒട്ടും ഡേഞ്ചറല്ല. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഈ ചെറുക്കനൊന്നും അതിനകത്തുനിന്ന് കയറണ്ടായിരുന്നില്ല. വെള്ളത്തിൽ തന്നെയായിരുന്നു. വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോഴായിരുന്നു കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മഴക്കാറും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പക്ഷേ മഴക്കാറും നമ്മളെ ചതിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മഴ പെയ്തെങ്കിൽ എന്താ, ഇതുപോലൊരു എക്സ്പീരിയൻസ് ലൈഫിലുണ്ടായിട്ടില്ല, മഴയത്ത് വാട്ടർഫാൾസിൽ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായി. ആകപ്പാടെ എനിക്കൊക്കെയുള്ള വിഷമം എന്താ വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല. പിള്ളേരുള്ളതുകൊണ്ട് കൊച്ചുങ്ങളെ ഹാൻഡിൽ ചെയ്യണമല്ലോ. കൊച്ചിൻ്റെ അച്ഛനൊക്കെ എൻജോയ് ചെയ്തു. പക്ഷേ ഞാൻ ഈ ചക്കനെ പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. കാര്യം പിള്ളേർക്ക് എല്ലാവർക്കും വല്ല പനിയോ എന്തെങ്കിലും പിടിച്ചാലോ അസുഖം വന്നാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പോകുന്നു അവിടുന്ന്. പക്ഷേ മഴയത്ത് അവിടെ നിൽക്കാൻ അടിപൊളിയായിരുന്നു. പിള്ളേരൊന്നും ഇല്ലാതെ ഇനി എപ്പോഴെങ്കിലും ഒന്ന് പോകണം എന്നാണ് ആഗ്രഹം. പിള്ളേരൊന്നും ഇല്ലെങ്കിൽ അതിനകത്ത് എത്ര നേരം വേണേലും കുളിച്ച് കളിച്ച് അവിടെ കിടക്കായിരുന്നു. പ്രത്യേകിച്ച് മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലും പോവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. തിരിച്ച് കയറാനും ഇത്തിരി ടാസ്ക്കാണ്.